ദിലീപ് പിച്ചച്ചട്ടി എടുത്ത് എന്താ പറയുക, ഒരു രൂപ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഇല്ലാതെ നരകിച്ച് ഇവിടെ അടുത്ത് ചെല്ലണമെന്നാണ് പറയുന്നത്. അതിജീവിതയുടെ അടുത്ത് ചെല്ലണം. ദിലീപ് കേസ് മാത്രമല്ല, മിക്ക കേസുകളുടെ ഒരു പ്രധാന വിഷയമായിട്ടുള്ളത് പ്രായത്തിന്റെ ആ ഒരു പഴുത്. അത് എന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പെൺപിള്ളേർക്ക് എന്തും പറയാം. അവർക്ക് അച്ഛൻ്റെ മുഖത്ത് നോക്കണമെന്നില്ല, സഹോദരൻ്റെ മുഖത്ത് നോക്കണമെന്നില്ല, മക്കളുടെ മുഖത്ത് നോക്കണമെന്നില്ല. എന്തുകൊണ്ടില്ല? നാണവും മാനവും ഇല്ല. അപ്പൊ ഇനി പറയും ഭാമയ്ക്ക് കുറ്റബോധം വന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞതാണ്. ഭാമയെ പറ്റി വേറെയും പല കാര്യങ്ങളും ആ ഇടയ്ക്ക് വന്നായിരുന്നു. പൾസർ സുനി തട്ടിക്കൊണ്ടുപോയ ഒരുപാട് പേരിൽ ഒരാളായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇത് കെട്ടിച്ചമച്ചതാണെങ്കിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഇയാൾക്ക് കൊട്ടേഷൻ കൊടുത്തത് ആരാണ്? ഈ മാർട്ടിൻ പറഞ്ഞ ലാലും ഈ പറയുന്ന അതിജീവിതയും രമ്യ നമ്പീശൻ ഇങ്ങനെയുള്ള ടീമുകളായിരിക്കും. ഞാനത് കാണുന്നത് 24-ലാണ്. ശ്രീകണ്ഠൻ നായർ പറയുകയാണ്, ഇതാ പീഡന വീരൻ എന്താ വന്നിട്ടുണ്ട് തൃശ്ശൂർ. അപ്പം ഞാൻ പെട്ടെന്ന് എന്തോ നടക്കാൻ പോകുന്നത്. ഈ രണ്ടാമത്തെ കേസിൽ പുള്ളിക്കാരി ഇപ്പോഴും പറയുകയാണ്, ഇവൻ്റെ മരണമാണ് എൻ്റെ ലക്ഷ്യം. ഇങ്ങനെ പ്രതികരിക്കാൻ പാടുള്ളൂ, അങ്ങനെ പ്രതികരിക്കാൻ പാടുള്ളൂ. അത് ഏത് രീതി നമ്മുടെ നിയമവ്യവസ്ഥയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വോയിസിനകത്ത് കേട്ടൊരു കാര്യമായിരുന്നു, പണ്ടത്തെ പോലെ അല്ല നിങ്ങൾ സംസാരിക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ സ്നേഹത്തോടെ നിൽക്കുന്ന, വളരെ സ്നേഹത്തോടെ നിൽക്കുന്ന സമയങ്ങളിലാണ് ഇവർ തമ്മിൽ ഇതൊക്കെ നടന്നിട്ടുള്ളത്. ഈ പറയുന്ന സ്നേഹം മാറി അതിനുശേഷം പൂർണ്ണമായി തന്നെ എനിക്കിപ്പോ ഒരാളോട് ഞാൻ സ്നേഹത്തിലിരിക്കുവാണെങ്കിൽ എനിക്ക് അയാളെ പറ്റി പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഞാനും അയാളുമായിട്ടൊരു പ്രശ്നം തിരിച്ച് പുറത്ത് ഏത് സാഹചര്യത്തിലായിരിക്കും അയാളുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാവും. ഇയാൾക്ക് മറ്റു ബന്ധങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോഴല്ലേ മിക്ക കേസുകളും പുറത്തേക്ക്. പഴയ വോയിസ് എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാൻ പറ്റും? വോയിസുകൾ നാട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഭീഷണികളും അങ്ങനത്തെ സ്വരങ്ങൾ മാത്രമല്ലേ. പെൺകുട്ടി വിട്ടതല്ലേ ഈ പുറത്തേക്ക്. അപ്പൊ അദ്ദേഹം പറഞ്ഞതൊക്കെ കൃത്യമായി നല്ലൊരു കാര്യമാണെന്നാണോ പറയുന്നത്? ഈ പെൺകുട്ടി പറഞ്ഞതല്ല നല്ല കാര്യമാണ്. ഇവരെ നമുക്ക് വിടാം, ഇവര് ചെയ്ത തെറ്റാണ്. അപ്പൊ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടെന്നെല്ലാം തെറ്റ് പറയണം. ഒരു അബോഷൻ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന അത്ര നല്ല കാര്യമല്ല. അബോഷന് ഒരാൾ പ്രോത്സാഹിക്കുമ്പോൾ കഴിക്കുന്നത് നല്ല കാര്യം തന്നെ. ഈ ഇടയ്ക്കുള്ള അവരുടെ വോയിസ് എല്ലാം വിടണ്ടേ? ഈ ലാസ്റ്റ് സാധനം മാത്രമല്ലേ പുറത്ത് വന്നിട്ടുള്ളൂ. അപ്പൊ ഈ ഇടയ്ക്കുള്ളതിൽ എന്തൊക്കെയാണ് പറഞ്ഞവര് അബോഷനിലോട്ട് എത്തിയത്? കാര്യം ഒരു കുഞ്ഞ് വേണമെന്ന് ഇയാൾ പറഞ്ഞു എന്ന് പറയുന്നു. ആ സാധനം എന്തുകൊണ്ട് അത് പിന്നെ വേണ്ടാന്ന് വെച്ചു? എന്തുകൊണ്ട് വേണ്ടാന്ന് വെച്ചു? പെണ്ണിന് നോ പറയാമോ? പെണ്ണിന് നോ പറയാമോ? പുരുഷൻ എന്താ പറയാൻ പാടില്ലാത്ത? പുരുഷൻ നോ പറഞ്ഞ എന്താ പ്രശ്നം? രണ്ടുപേരും തെറ്റുകാരാണെന്ന് പറയുന്നത് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരിക്കലും അങ്ങ് കണ്ണടച്ച് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അല്ല, ഇത് ഈ പെണ്ണിന്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു. എല്ലാം പെണ്ണിന്റെ സ്വാതന്ത്ര്യമാണല്ലോ. പെണ്ണിന്റെ സ്വാതന്ത്ര്യം മാത്രം നമ്മൾ പറഞ്ഞില്ല, പുരുഷന്റെ സ്വാതന്ത്ര്യവും ഉണ്ട്. പുരുഷന്മാരോട് ഞാൻ നേരത്തെ പറഞ്ഞ കേസുകളൊക്കെ കൃത്യമായി പുരുഷന്മാർ വിക്ടിമായിട്ടുള്ളത് തന്നെയാണ്. അപ്പൊ എനിക്ക് ആ കേസുകളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ കാര്യത്തിൽ ഇത്തരം വിഷയങ്ങൾ എടുക്കുന്ന സമയത്ത് രണ്ടുപേരും തെറ്റുകാരാണ് എന്നൊരു നിലപാട് നമ്മൾ സ്വീകരിക്കേണ്ടി വരും. അതേപോലെ തന്നെ ദിലീപ് കേസ് ഞാൻ കേട്ടൊരു കാര്യമായിരുന്നു, പ്രായത്തിൻ്റെതായിട്ടുള്ള ദിലീപ് കേസ് മാത്രമല്ല മിക്ക കേസുകളുടെ ഒരു പ്രധാന വിഷയമായിട്ടുള്ളത് പ്രായത്തിന്റെ ആ ഒരു പഴുത്. അത് എന്തിനാണ് ഇവർക്ക് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഏത് പ്രായം? അല്ല, ഇവരുടെ പ്രായം, അതേപോലെ ഇവരുടെ കുടുംബം, ഈ പറയുന്ന പ്രതികളല്ല, പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരുടെയാണ്. പ്രതികളെന്ന് പറയുന്ന ആരെയും നമ്മൾ പൾസർ സുനിയുണ്ട്, മറ്റുള്ളവരുടെ പ്രതികളാണല്ലോ. ഇപ്പോഴാണ് അവർ പ്രതി ആയത്, അല്ലെങ്കിൽ ആരോപിത വിധേയൻ മാത്രമാണ്. അപ്പോൾ ഈ പ്രതികളായിട്ടുള്ള ഒരാളുടെ കേസിൽ നമ്മൾ ഇടപെടുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആരോപണ വിധേയനായിട്ടുള്ളവർക്ക് കുടുംബമുണ്ട്, അത് മനസ്സിലാക്കണം. അവർക്ക് അമ്മയുണ്ട്. പക്ഷെ പെൺപിള്ളേർക്ക് എന്തും പറയാം. അവർക്ക് അച്ഛൻ്റെ മുഖത്ത് നോക്കണമെന്നില്ല, സഹോദരൻ്റെ മുഖത്ത് നോക്കണമെന്നില്ല, മക്കളുടെ മുഖത്ത് നോക്കണമെന്നില്ല. എന്തുകൊണ്ടില്ല? നാണവും മാനവും ഇല്ല. പുരുഷന്റെ നാണവും മാനവും ഉണ്ടെന്നേ. ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുന്നത് നല്ലതാണോ? ആരെ കത്തിക്കുന്നു? അല്ല, ഞാൻ ആ പറയുന്ന നടിയെ ആക്രമിക്കപ്പെട്ട കേസിനകത്തിൽ കേട്ടൊരു കാര്യമാണ്, ദിലീപിനെതിരെ വന്നിട്ടുള്ള ആദ്യത്തെ മൊഴി പിന്നെ മൊഴി മാറ്റിയ ഒരു കാര്യമാണ്, നിന്നെ ഞാൻ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറയുന്നത്. ആരോട് പറഞ്ഞു? ദിലീപ് ഈ പറയുന്ന നടിയോട് പറഞ്ഞൊരു കാര്യമായിരുന്നു. അങ്ങനെ ഒരു സാധനം പുറത്ത് വന്നിട്ടില്ല. അങ്ങനത്തെ അത് നിങ്ങൾ കേൾക്കാത്തതിന്റെ പ്രശ്നമായിരിക്കും. ഭാമ ആദ്യമായി പറഞ്ഞ മൊഴി അതായിരുന്നു, പിന്നീട് അത് കേട്ടിട്ടില്ല എന്നാണ് തിരിച്ചു വന്ന് പറഞ്ഞിട്ടുള്ളത്. ആരാ പറഞ്ഞത്? ഭാമയായിരുന്നു ആ ഒരു മൊഴി കൊടുത്തിട്ടുള്ളത്. ഭാമ പറഞ്ഞു. ഭാമയ്ക്ക് അങ്ങനെ പലതും പറയാലോ. അത് ഇവരുടെ ടീമല്ലേ, ദിലീപിന്റെ ടീമാണെന്ന് പറയേണ്ടി വരില്ല. ദിലീപിന് വേണ്ടിട്ടല്ലേ? ദിലീപ് അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുമില്ല, അങ്ങനെ ഒരു വിഷയം നടന്നിട്ടുമില്ല. അത് ഭാമ പറഞ്ഞുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ, സാക്ഷിയല്ലേ.
സാക്ഷി കള്ളസാക്ഷി ഇല്ലേ? അതെ. അവിടെ അതുകൊണ്ടല്ലേ കാലം മാറിയത്. അപ്പൊ അത് ദിലീപിന്റെ ആളായിട്ട് നമുക്ക് പറയേണ്ടി ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ദിലീപിനോട് അത്ര ഒരു പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ ഈ പറയുന്ന ആൾക്ക് മൊഴി മാറ്റേണ്ട ഒരു സാഹചര്യം വരുന്നില്ല. കൃത്യമായി അവസാന സമയത്തും ദിലീപിനെതിരെ തന്നെ മൊഴി കൊടുക്കേണ്ടി വരും. ഇത് ഇടയ്ക്ക് വശത്ത് മാത്രം ദിലീപ് മാറിയത് വ്യാജമായതുകൊണ്ടാണ്. അപ്പൊ ഇനി പറയും ഭാമയ്ക്ക് കുറ്റബോധം വന്നിട്ട് മൊഴി മാറ്റി പറഞ്ഞതാണ്. ഭാമയെ പറ്റി വേറെയും പല കാര്യങ്ങളും ആ ഇടയ്ക്ക് വന്നായിരുന്നു. പൾസർ സുനി തട്ടിക്കൊണ്ടുപോയ ഒരുപാട് പേരിൽ ഒരാളായിട്ടൊക്കെ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. മേനക മനസ്സിലായില്ലേ? ഇവരെയൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളതായിട്ട് ഇപ്പൊ അതെല്ലാം ദിലീപ് ചെയ്തതാണോ? ദിലീപ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഈ കേസ് ദിലീപാണ് കൊട്ടേഷൻ കൊടുത്തത്. അപ്പോൾ ഇതിന് മുന്നേ തട്ടിക്കൊണ്ടുപോയി ഒരുപാട് സ്ത്രീകളെ, പുറത്ത് വരാത്തതുകൊണ്ട് ഒരുപാട് നടിമാരെ തട്ടിക്കൊണ്ടുപോയി. അതിൽ ഒന്ന് സുരേഷ് കുമാർ തന്നെ പറഞ്ഞു, പ്രൊഡ്യൂസർ, മേനകയെ തട്ടിക്കൊണ്ടുപോയി ഇയാൾ എന്ന് പറഞ്ഞു. അത് ദിലീപിന്റെ കൊട്ടേഷൻ ആയിരുന്നു. അപ്പോൾ മറ്റുള്ളവരെ ഭാമയുടെ പേര് പറഞ്ഞു കേട്ടു, ദിലീപിന്റെ കൊട്ടേഷനാണോ? അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെയുള്ള ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു സിനിമ മേഖലയിൽ. ഇയാൾക്ക് നടന്മാരുമായിട്ട് എല്ലാവർക്കും ബന്ധമുണ്ട്, സിനിമ മേഖലയുമായിട്ട് ബന്ധമുണ്ട്. ഇയാൾ പ്രൊഡക്ഷൻ്റെ വണ്ടി ഓടിക്കൊണ്ടിരുന്നതാണ്, ഡ്രൈവറാണ്. അപ്പോൾ ഇയാൾക്ക് ഈ പരിപാടി ഉണ്ട്, ക്രിമിനൽ മൈൻഡാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരിക്കുമ്പോൾ ഇയാൾക്ക് ഇത് സ്ഥിരം പരിപാടിയായിരുന്നു കാണും. മറ്റുള്ളവർ പബ്ലിസിറ്റി ചെയ്തില്ല. ഒരു പക്ഷേ ഇത് കെട്ടിച്ചമച്ചതാണെങ്കിൽ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നേരിടുന്ന ഇയാൾക്ക് കൊട്ടേഷൻ കൊടുത്തത് ആരാണ്? ഈ മാർട്ടിൻ പറഞ്ഞ ലാലും ഈ പറയുന്ന അതിജീവിതയും രമ്യ നമ്പീശൻ ഇങ്ങനെയുള്ള ടീമുകളായിരിക്കും. കാര്യം ഇങ്ങനെ നമുക്കൊരു കൊട്ടേഷൻ പ്ലാൻ ചെയ്യാം, നീ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ, നിനക്ക് ഇത്ര കോടി തരാം, ദിലീപിൻ്റെ പേര് പറയുക, ദിലീപിനെ നമുക്ക് അകത്താക്കാം. തിരക്കഥ എഴുതുന്ന ടീമുകളല്ലേ. ഇപ്പൊ എന്താണ് നടന്നതെന്നുള്ളതും അതൊക്കെ കൃത്യമായി പുറത്തേക്ക് വന്നൊരു കാര്യമാണ്. ഈ പറയുന്ന ഈ നടിയുടെ ഒരു സാഹചര്യം അത്തരം ഒരു സാഹചര്യത്തിലേക്ക് വന്ന് നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ പബ്ലിസിറ്റിയോ ഫെയിമോ എടുക്കേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ നടിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഈ പറയുന്ന രീതിയിലേക്ക് നിങ്ങൾ ഇത് എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുന്നത്? മാർട്ടിൻ പറഞ്ഞത് ഇപ്പൊ മാർട്ടിൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഇയാള് എന്ന് പറഞ്ഞാൽ ദിലീപ് പിച്ചച്ചട്ടി എടുത്ത് എന്താ പറയുക, 1 രൂപ ഇല്ലാതെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ഇല്ലാതെ നരകിച്ച് ഇവിടെ അടുത്ത് ചെല്ലണമെന്നാണ് പറയുന്നത്. അതിജീവിതയുടെ അടുത്ത് ചെല്ലണം, അതിന് വേണ്ടിയിട്ടാണ് അത്ര ഇത് രീതിയിൽ ഞാൻ കളിക്കും എന്ന് പറഞ്ഞാൽ. ഈ സവാദിനെ മസ്താനി പറഞ്ഞതുപോലെയാണ്, നന്ദിത പറഞ്ഞതുപോലെയാണ്. ഇവന്റെ മരണമാണ് എനിക്ക് കാണേണ്ടത്. നിങ്ങൾ ഇപ്പോഴും സവാദിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? എനിക്ക് പുള്ളിക്കാരി 3ാമത് വീഡിയോ ഇറക്കിയിരിക്കുകയല്ലേ. പക്ഷെ പുള്ളിക്കാരന്റെ 2ാമത്തെ 3ാമത്തെ വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അപ്പം ഇവന് ബസ് കയറാൻ പാടില്ലേ? ബസ് കയറുന്നത് പ്രശ്നമില്ല. ബസ് കയറിയിട്ട് 2ാമത്തെ തവണ ഞാൻ കണ്ടത് വീണ്ടും ഇതേപോലെ. അത് കണ്ടായിരുന്നോ ആ വീഡിയോ? അല്ല, ആ ഒരു വിഷ്വലിനകത്തിൽ ഞാൻ കണ്ടത്, ഞാൻ മാധ്യമങ്ങളിൽ തന്നെയാണ് ഞാൻ കണ്ടത്. ഞാൻ വാർത്താ 2ാമത്തതിലും ഒന്നുമില്ല. ഇയാൾ തൃശ്ശൂര്, ഇപ്പോൾ ഞാനത് കാണുന്നത് 24-ലാണ്. ശ്രീകണ്ഠൻ നായർ പറയുകയാണ്, ഇതാ പീഡന വീരൻ എന്താ വന്നിട്ടുണ്ട് തൃശ്ശൂര്. അപ്പം ഞാൻ പെട്ടെന്ന് എന്തോ നടക്കാൻ പോവുകയാണ്. ഒന്നുമില്ല, 2 ബസ്സിൻ്റെ ബോർഡ് നോക്കണം അദ്ദേഹം, വേറൊന്നിൽ കയറി പോകുന്നു. ഈ സാധനമാണ് പീഡന വീരൻ എന്ന് പറയുന്നത്. അതെ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞത് ഈ മസ്താനി വീഡിയോ ഇട്ട് പ്രതികരിച്ച ആ ഒരു വീഡിയോ പറ്റിയിട്ട്. മൂന്നാമത്തെ വീഡിയോ ഇതല്ല, അത് ഈ 2ാമത്തെ അറസ്റ്റ് ചെയ്ത സാധനം, അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ആ കേസാണ് ഞാൻ പറയുന്നത്. 24-ൽ കാണിച്ചത്. ഞാൻ വിചാരിച്ചു എന്തോ സംഭവം പീഡിപ്പിക്കുന്ന കാണിക്കുകയാണെന്ന്. ഒന്നുമില്ല, അയാൾ ബസ് സ്റ്റോപ്പിൽ വരുന്നു, 2 ബസ്സിന്റെ ബോർഡ് നോക്കുന്നു. ഇതാണ് സംഭവമായിട്ട് എടുത്തിട്ടത്. ബോർഡ് നോക്കിയത് കൊണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള നിയമമൊക്കെ ഇവിടെ ഉണ്ടോ? പിന്നീട് ഒരു ബസ്സിൽ കയറി പോയി. ഈ പറയുന്നത് മലപ്പുറത്തോട്ടുള്ള ഏതോ ഒരു ബസ്സിൽ കയറി പോയി, കോഴിക്കോട് ഭാഗത്തോട്ട് ഒരു ബസ്സിൽ കയറി പോയി, ഇടയ്ക്ക് എന്തോ നടന്നു, അയാൾ ഇറങ്ങി ഓടി. ഇതൊക്കെ പറയുന്നതാണ്. ഒന്നും അതിന് തെളിവില്ല, നമ്മുടെ തെളിവില്ല, പുറത്ത് വന്നിട്ടില്ല. ഇവിടെ ശ്രീകണ്ഠൻ നായർ സാറ് കാണിച്ച സാധനമാണ് ഞാൻ പറഞ്ഞത്. ഇതാ പീഡന വീര്യൻ ഇതാ വരുന്നുണ്ട്, പെൺപിള്ളേരെല്ലാം മാറി നിന്നോ. ഇത് കേട്ട കാര്യം ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഇടയ്ക്കെന്തോ നടന്നു എന്നുള്ളതും ഇദ്ദേഹം ഇറങ്ങി ഓടി എന്നുള്ളതും അതിനകത്തുള്ള ബസ്സിലെ ആൾക്കാർ പറയുന്നതാണ് ഞാൻ കേട്ടത്. ഓക്കെ, ബസ്സിലെ ആൾക്കാരൊന്നും പറഞ്ഞില്ല. അത് പറഞ്ഞത് പരാതി ഏതോ ഒരു പെൺകുട്ടി കൊടുത്തു, അതിൻ്റെ പിന്നിൽ അറസ്റ്റ് ചെയ്തു. ഇനി 3ാമത്തെ കേസ് വന്നു. ഇയാൾ ഇപ്പോഴും ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് തൃശ്ശൂരിൽ തന്നെ ഇയാൾ ബസ് കയറാൻ വരികയാണ്, മാസ്ക് വെച്ചിട്ടുള്ള. ഇപ്പോൾ വന്ന സാധനം, അപ്പോൾ മാസ്ക് വെച്ചിരിക്കുന്നു. ഇയാൾ ബസ്സിൽ കയറാൻ പോകുന്നു. ഒരു ബസ്സിൽ കയറി, അതിലാണെങ്കിൽ ആളുമില്ല, തീരെ ആൾ കുറവാണ്. കണ്ടക്ടർ ചൂടായിട്ട് ഇറക്കി വിടുന്നു, മനസ്സിലായില്ലേ? പിന്നീട് ആ വീഡിയോ തന്നെ എന്ന് പറഞ്ഞാൽ അതേ ഡ്രസ്സ് തന്നെ. അപ്പം ഇതിനെ എടുത്തിട്ടും മസ്താനിയും ഇതേപോലെ ചെയ്തിരിക്കുകയാണ്. 3ാമത്തെ വീഡിയോ ഞാൻ കണ്ടിരുന്നു. അതിനകത്തിൽ അതേ അയാൾ കയറുന്നതും അതിലെന്താ തെറ്റുള്ള? അയാൾക്ക് ഇനി ബസ്സിൽ കയറാൻ പാടില്ല. 2ാമത്തെ വീഡിയോയിലും ഇപ്പോഴും നിങ്ങൾ 2ാമത്തിലൊന്നും വന്നിട്ടില്ലെന്നേ.
അങ്ങനെ ഒരു സാധനമേ വന്നിട്ടില്ല. ഇനി ഞാൻ പറഞ്ഞുതരാം. അപ്പോ മസ്തനിയോടുള്ള അനുഭാവം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ടാമത്തെ കേസിൽ പുള്ളിക്കാരി ഇപ്പോഴും പറയുകയാണ് ഇവന്റെ മരണമാണ് എൻ്റെ ലക്ഷ്യം എന്ന് ഈ മൂന്നാമത്തെ വീഡിയോയിൽ പറയുകയാണ്, വോയിസിൽ പറയുകയാണ്. വീഡിയോ കാണിക്കുന്നുണ്ട് ഇവൻ തൃശ്ശൂർ ബസ്സിൽ കയറുന്നതൊക്കെ. അടുത്ത് ഇവള് പറയും നിന്റെ മരണമാണ് എനിക്ക്. ഈ മസ്തനിക്ക് സവാദിനോട് മുൻപരിചയം ഉണ്ടായിരുന്നു? മുൻപരിചയമൊന്നുമില്ല. ആദ്യത്തെ കേസിൽ അവള് വിചാരിച്ച കാര്യം നടന്നില്ല. ഞാൻ പറയട്ടെ, ആദ്യത്തെ കേസിൽ മുൻകൂറായിട്ട് ഒരു വൈരാഗ്യം തോന്നാനുള്ള പ്രത്യേകിച്ച് ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. അപ്പോ ഈ പറയുന്ന രീതിയിൽ ഇതിനു മുമ്പ് കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ. ഒരാളോട് ഇപ്പൊ എന്റെ അനുവാദമില്ലാതെ എന്റെ ശരീരത്തിലേക്ക് ഒരാൾ കയറി കടന്നു പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അയാളോട് പ്രത്യേകിച്ച് എന്ത് അനുഭവമാണ് തോന്നാൻ പോകുന്നത് എനിക്കറിയാം. എനിക്ക് കൃത്യമായിട്ട് അയാളോട് ദേഷ്യവും വെറുപ്പും തന്നെ ആയിരിക്കും തോന്നാൻ പോകുന്നത്. അതേ വികാരം തന്നെയല്ലേ മസ്തനിക്ക് തോന്നേണ്ടത്, അല്ലാതെ മറ്റേത് രീതിയിലാണ് നമുക്കത്. ഫസ്റ്റ് ചിത്രീകരിച്ചിട്ട വീഡിയോ കണ്ടല്ലോ. അയാൾ എന്താ ഈ പെൺകുട്ടി മാനസികമായിട്ട് തകർന്നാണ് ഇട്ടിരിക്കുന്നത്. ആ വീഡിയോ ഉണ്ടോ? ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഞാൻ വിജയിച്ചു, ഇൻസ്റ്റാഗ്രാം ഐഡിയും പറഞ്ഞിട്ടാ തുടങ്ങിയത്. ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? എന്താ ഒരു പുരുഷന്റെ വീഡിയോ ഞാൻ പറഞ്ഞു. നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞു സ്പോട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോട്ടിൽ പ്രതികരിച്ചാൽ മാത്രമേ. സ്പോട്ടിൽ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. നിങ്ങൾ വിശ്വസിക്കുള്ളൂ. നിങ്ങൾ സ്പോട്ടിൽ ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. ഇങ്ങനെ പ്രതികരിക്കാൻ പാടുള്ളൂ, അങ്ങനെ പ്രതികരിക്കാൻ പാടുള്ളൂ. അത് ഏത് രീതി നമ്മുടെ നിയമവ്യവസ്ഥയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കരഞ്ഞു വന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ വിശ്വസിക്കുള്ളൂ, അല്ലെങ്കിൽ മാനസികമായി നിങ്ങൾ കരയണ്ടെന്നേ, നിങ്ങൾ പറയണ്ടെന്ന്. നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്നറിയോ? ആ വീഡിയോ ചിത്രീകരിച്ചല്ലോ, പോലീസിന് കൊടുക്കുക, അയാൾ അറസ്റ്റ് ചെയ്യും, കോടതി തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇൻസ്റ്റാഗ്രാം ഐഡിയും പറഞ്ഞിട്ട് ഇവൻ എന്നെ പീഡിപ്പിച്ചു, മറ്റേ അത് ചെയ്തു ഇത് ചെയ്തു, ഈ പറയുന്ന ഒരു സാധനം ഇല്ലല്ലോ. എന്നാൽ അത് വേണ്ടേ? ഒരു കയ്യാക്ഷനൊക്കെ കാണിച്ചു, ഓർമ്മയുണ്ടോന്നറിയില്ല, എനിക്ക് ഓർമ്മയുണ്ട്. ആ കയ്യാക്ഷനൊക്കെ കാണിച്ചതെന്ന് പറഞ്ഞാൽ എന്നാൽ അതിൻ്റെ ഒരു തരുമ്പെങ്കിലും ആ വീഡിയോയിൽ വേണ്ടേ? ഈ പറയുന്ന കാര്യങ്ങൾ സിബ് ഓപ്പൺ ചെയ്തു, വേറെ പലതും അവിടെ ചെയ്തു എന്ന് പറയുമ്പം ആ സാധനം എന്താ ചിത്രീകരിക്കാൻ മറന്ന് ആസ്വദിച്ചുകൊണ്ടിരുന്നു? അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണോ വീഡിയോ എടുക്കാൻ തോന്നിയത്? അങ്ങനെ അല്ലല്ലോ. ഇനി പറഞ്ഞുതരാം. അവസ്ഥാ തലങ്ങളിലേക്ക് ഞാൻ ഇതിനു മുമ്പ് പുരുഷന്മാരും അവർക്ക് അനുഭവിച്ചിട്ടുള്ള ഈ പറയുന്ന തലങ്ങളിലെ പ്രശ്നങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് പലരും ആ മൊമെന്റിൽ പോലും പ്രതികരിക്കാതെ പിന്നീട് ഇവരുടെ സുഹൃത്തുക്കളോട് പോലും പറയാതെ അത്തരം ട്രോമയിലൂടെ കടന്നുപോയിട്ടുള്ള പുരുഷന്മാരെ പറ്റിയിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ. പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ പ്രശ്നങ്ങൾ ആ സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് ആ സമയത്ത് പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നമ്മളെ സംബന്ധിച്ചും ആ സമയത്ത് പ്രതികരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആ ഒരു രീതിയിൽ മാറപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാവാത്തതെന്നും ഈ പറയുന്ന രീതിയിൽ അത്രയും നേരം എന്തുകൊണ്ട് ചിത്രീകരിച്ചില്ല, അതിനുശേഷം എന്തുകൊണ്ട് ചിത്രീകരിച്ചു, അവർക്കുണ്ടായ ഒരു പ്രശ്നമല്ലേ? നിങ്ങൾ തന്നെ പറഞ്ഞു ഈ സവാദുമായിട്ട് മുൻപരിചയം അല്ലെങ്കിൽ ഒരു പ്രശ്നം. അയാൾ എത്ര സമയം ഈ ബസ്സിൽ യാത്ര ചെയ്തു എന്നുള്ളത് അറിയോ? വെറും 6 മിനിറ്റാണ്. 6 മിനിറ്റിൽ ഒരു ബസ്സിൽ കയറി 2 പെൺകുട്ടികളുടെ നടുവിലിരുന്ന് ടൈറ്റ് ജീൻസ് ഇട്ടിരിക്കുന്നു, റാക്ക് സ്യൂട്ട്, ബെർമൂഡ. ഇത് ഞാൻ സ്റ്റേഷനിൽ വിളിച്ച് ക്ലിയർ ചെയ്ത കേസാണ്. ചോദിച്ചിട്ടാണ്. ഞാൻ ടൈറ്റ് ജീൻസ് ഇടുന്ന ആളാണ്. ഇതൊന്ന് 2 പെൺകുട്ടികളുടെ നടുവിലിരുന്ന് വെറും 6 മിനിറ്റല്ല 10 മിനിറ്റ് കിട്ടിയാലും നടക്കുന്ന കാര്യമല്ല. എനിക്ക് ഉറപ്പുണ്ട്, നടക്കുന്ന കാര്യമല്ല. പിന്നെ ആദ്യത്തെ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞത് ഓക്കെ പറഞ്ഞാലും പിന്നീടുള്ളതൊന്നും നടക്കില്ല. എന്ന് പറഞ്ഞാൽ സിബ് ഓപ്പൺ ചെയ്തു, ഈ പുള്ളിക്കാരി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തു എന്ന് വയ്ക്കുക. വീഡിയോ എടുത്തിരുന്നതിന് പിന്നീട് ബാക്കി നടക്കില്ല. ഇത് സിബ് ലോക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങളെ അല്ല. സാമാന്യം മൂളയുള്ള എല്ലാവർക്കും അറിയാം. 6 മിനിറ്റ് മാത്രം യാത്ര ചെയ്തിട്ട് 2 പെൺകുട്ടികളുടെ നടുവിൽ വന്നിരുന്ന് സിബ് ഓപ്പൺ ചെയ്ത് ജീൻസും അല്ല, അടുത്തും വേറെ 2 ഡ്രസ്സ് കിടക്കുകയാണ്, അടിവസ്ത്രം കിടക്കുകയാണ്. എങ്ങനെ നടക്കുമെന്നായി പറഞ്ഞേ? ഇത് ആണുങ്ങളുടെ കാര്യമാണ്, നമുക്കറിയാം നടക്കണതാണോ എന്ന്. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ചിത്രീകരിച്ച സ്ഥാനത്ത് ഇല്ലാത്തതുകൊണ്ട് ഈ പറഞ്ഞൊന്നും നമുക്ക് വിശ്വസിക്കാനും പറ്റില്ല. 2 ദിവസം ഈ പെൺകുട്ടിയുടെ കൂടെ ആയിരുന്നല്ലോ ഞങ്ങൾ. കാര്യം ശരിയായിരിക്കാമെന്ന് ഈ വീഡിയോ ഒക്കെ വന്നു. പിന്നീട് ജംഷീർ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഇങ്ങനെയല്ല കഥ എന്നുള്ളത് ഇടുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ചു. ഈ വീഡിയോകൾ പിന്നെയും പല പ്രാവശ്യം ഞാൻ കണ്ടു, പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. തുടങ്ങി നമ്മൾ കറക്റ്റായിട്ട് അവസാനിപ്പിച്ചു. അതുകൊണ്ടാണ് പുള്ളിക്കാരി ഇപ്പോൾ ഈ രണ്ടാമത് അയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ 24-ൽ ചർച്ച വെച്ചു. ഞാനും ആ ചർച്ചയിലുണ്ടായിരുന്നു. ഞാൻ ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്ന സമയമായിരുന്നു, എനിക്ക് എണീക്കാൻ പോലും പറ്റുന്നില്ല. എന്നിട്ട് പോലും ഞാനത് അറ്റൻഡ് ചെയ്തു.
ഓഫീസിൽ ക്യാമറ കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ രണ്ടുപേരുടെ സഹായത്തോടെ ഞാൻ ചെയറിൽ വന്നിരുന്നു. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ട് അപ്പോൾ അതിൽ ഈ മസ്താനി പറഞ്ഞതാണ്, ഈ സംഘടനയും ഞാനും മാത്രമാണ് അവളെ ഈ രീതിയിലാക്കിയത്. ഇപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ഒതുക്കമായി. അപ്പം അങ്ങനെ ഒതുങ്ങണമെന്നല്ല പറഞ്ഞത്, പക്ഷേ അന്നത്തെ നടപടി തെറ്റായിരുന്നു. അങ്ങനെ ഒരു പുരുഷനെയും നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റില്ല. വീഡിയോ പിന്നെ എന്തുകൊണ്ട് അതിൽ ഇടപെട്ടു എന്ന് ചോദിച്ചാൽ, പുള്ളിക്കാരിയുടെ മുൻകാല ചരിത്രം എടുത്തപ്പോൾ നൂൽബന്ധം പോലും നേരെ ഇല്ലാത്ത രീതിയിലാണ് ഓരോ വീഡിയോസ് ചെയ്തിരിക്കുന്നത്. വൈറലാവാൻ വേണ്ടി പറഞ്ഞുതരാം വൈറലാവാൻ വേണ്ടിയിട്ട്. ഇതൊന്നും നടക്കാതെ വന്നപ്പോൾ അവസാനം ഒരുപാട് ദിവസം പ്ലാൻ ചെയ്ത് ഒരുത്തനെ പെടുത്തിയതാണിത്. അതിന് ഇരയായത് ഒരുപക്ഷെ ഇനി ഞാനായിരുന്നേനെ, അല്ലെങ്കിൽ തൊട്ടടുത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെ, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറമാൻമാരായനെ, ആര് വേണോ ആവാം. ഒരുപാട് പ്രാവശ്യം ഈ പെൺകുട്ടികൾ ബസ്സിൽ യാത്ര ചെയ്തു, ഒരാളിനെ തേടി, ഒരു ഇരയെ തേടി. ആ ഇരയാണ് സവാദ്. അങ്ങനെയാണ് അവനെതിരെ ഈ നടപടികളെല്ലാം ഉണ്ടായതും അവനെ ജയിലിലടച്ചതും. ഈ രണ്ടാമത്തെ കേസ് ഞാൻ വിശ്വസിക്കുന്നു ഈ പെൺകുട്ടിയുടെ അറിവില്ലാതെ അങ്ങനെ ഒരു കേസ് വരില്ല. ഏതോ ഒരു പെൺകുട്ടിയെ വെച്ച് ഒരു കാര്യം എന്നെ വേണമെങ്കിലും ഒരു പെണ്ണ് തുനിഞ്ഞിറങ്ങിയാൽ സവാദ് എവിടെ പോകുന്നുള്ള രീതിയിൽ അന്വേഷിച്ച് സവാദിന്റെ പുറകിന് നടന്ന് രണ്ടാമത് കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് താങ്കൾ. ഒരു മാറ്റവും ഇല്ല. ഇതാണ് നിങ്ങളുടെയൊക്കെ ഒറ്റ ബുദ്ധിയുടെ പ്രശ്നം. പിന്നെ എങ്ങനെ മൂന്നാമത് വീഡിയോ ഇട്ടു? മസ്തനിയല്ല നിങ്ങളോട് വിരോധം, നിങ്ങൾക്കാണ് വിരോധം. നിങ്ങൾക്കാണ് ഈ പറയുന്ന രീതിയിൽ ഈ ആൾക്കാരോട് വിരോധം. നമുക്ക് പറയാതിരിക്കും. ഏതാൾക്കാരോട് വിരോധം? ഏതെങ്കിലും രീതിയിൽ ഇപ്പൊ എങ്ങനെയാണ് ഈ സ്ക്രിപ്റ്റ് ചെയ്ത് ഈ കഥ പറയാൻ സാധിക്കുന്നതെന്ന് മനസ്സിലാവും. സ്ക്രിപ്റ്റ് ഞാനല്ല തയ്യാറാക്കിയത്, മസ്താനിയാണ്. സ്ക്രിപ്റ്റ് പുള്ളിക്കാരിയാ ചെയ്തത്, ഞാനല്ല. ആ തിരക്കഥ ഞാൻ വായിച്ചതാണ്, അത്രേ ഉള്ളൂ. ഫെയിം ആവാൻ വേണ്ടി ഒരു പെൺകുട്ടികൾ ആരും ചെയ്യുന്നില്ല. അങ്ങനെ പെൺകുട്ടികൾ ചെയ്യുന്നില്ല എന്നാണോ താങ്കൾ അങ്ങനെയാണോ പറയുന്നത്? പക്ഷെ ഇതിനകത്ത് നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ശരി, ഓക്കെ. രണ്ടാമത്തെ കേസിൽ വിശ്വസിക്കാം. രണ്ടാമത്തെ കേസിൽ ഓക്കെ, ഞാൻ പറഞ്ഞത് നിങ്ങൾ വിട്ടേക്കൂ. മൂന്നാമത് ഇവളെന്തിനാ ഇവന്റെ വീഡിയോ എടുത്തിട്ടിട്ട് നിന്റെ മരണമാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത്? മൂന്നാമത് ഇയാൾക്ക് ബസ്സിൽ തിരക്കില്ലാത്ത ബസ്സാ, 4-3-7 ആളെ അതിനകത്തുള്ളൂ. അത് വീഡിയോ ഇട്ടിട്ട് നിന്റെ മരണമാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാൻ കാരണം അപ്പൊ ഇനിയും പെടുത്തുന്നല്ലേ? ഇവിടുത്തെ ഈ പറയുന്ന രീതിയിൽ ലൈംഗിക അതിക്രമണങ്ങൾ സംഭവിച്ചിട്ടുള്ള പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരെ സംബന്ധിച്ച് അവരെ ഉപദ്രവിച്ച ആൾക്കാരോട് ഏത് രീതിയിലുള്ള വികാരങ്ങളാണ് ഉള്ളതെന്ന് ഈ പറയുന്ന ആൺകുട്ടികളോടും പെൺകുട്ടികളോടും അല്ലെങ്കിൽ ട്രാൻസ് ആണെങ്കിലും അവരോടും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അവരുടെ മരണം വരെ ഈ പറയുന്ന രീതിയിൽ ആ ട്രോമ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. ഒരു ചൈൽഡ് അബ്യൂസ് ആണെങ്കിൽ പോലും ജീവിതകാലം നമ്മളെ ആ ട്രോമ പിന്തുടരാനുള്ള ഒരു കാര്യവും അത് തന്നെയാണ്. അപ്പോ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഇവർക്ക് അറിയാവുന്ന ആരോ ഇയാളുടെ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവര് പോയി എടുത്തിട്ടുള്ള വീഡിയോ അല്ല. അപ്പൊ ഇവരെ അറിയാവുന്ന അയച്ചു കൊടുത്തപ്പോ ഈ വീഡിയോ അവർ റിയാക്ട് ചെയ്തു. വേണമെങ്കിൽ അത് സ്വീകരിച്ചാൽ മതി. വീണ്ടും മസ്തിനെ നിങ്ങൾക്ക് സ്വീകരിക്കണ്ടെങ്കിൽ സ്വീകരിക്കണ്ട. സവാദ് ഇനി ഒരു തെറ്റ് ചെയ്യുവാണെങ്കിൽ അപ്പൊ അയാളെ വീണ്ടും വിമർശിക്കാം. അയാൾ തെറ്റ് ചെയ്യുന്നെങ്കിൽ ശിക്ഷിച്ചോട്ടെ. നിന്നെ ഞാൻ കൊല്ലും, നിന്റെ മരണമാണ് ആഗ്രഹം എന്ന് ഇവളെന്തിനാ പറയണേ? അവിടെയല്ലേ പ്രശ്നം. നമ്മൾ ഇടപെടുന്ന അങ്ങനെ ഒരു സാഹചര്യത്തിലല്ലേ. രണ്ടാമത്തെ കേസ് വന്നു, ശരി, ഓക്കെ, അതെല്ലാം പോട്ടെ, ചിലപ്പം ശരിയായിരിക്കാം, അല്ലെങ്കിൽ ഈ പെൺകുട്ടി തന്നെ ആയിരിക്കാം. ഈ പെൺകുട്ടി തന്നെയാണ് ട്രാപ്പ് ഒരുക്കിയതെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത് മൂന്നാമത്തെ വീഡിയോ എടുത്തിട്ടതുകൊണ്ടാണ്. മൂന്നാമത്തത് അയാൾക്ക് ബസ് കയറി പോകണ്ടേ, അയാൾക്ക് ജോലിക്ക് പോകണ്ടേ? ഇവിടെ ഈ ലൈംഗിക അതിക്രമണങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പരമോന്നത ശിക്ഷ തന്നെ അവർക്ക് കിട്ടണമെന്നാണ് ഈ പറയുന്ന റേപ്പ് വിക്ടിംസിന്റെ. പരമോന്നത ശിക്ഷ ഏതാണ്? വധശിക്ഷ കിട്ടണമെന്നാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല. അതിന്റെ അപ്പുറത്തേക്കും അതാണ് ആഗ്രഹം എന്ന് പറയുന്നത്. അത് തന്നെയാണ് മിക്ക കേസുകളും നമ്മൾ വാദിക്കാൻ പോകുന്നതും. അവർക്കും ഏറ്റവും വലിയ ശിക്ഷ വാങ്ങി കൊടുക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ്. അപ്പോ ഈ വധശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങളുടെ അറിവിന് വേണ്ടിയിട്ട് പറയാം. വധശിക്ഷ എന്തുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന് അറിയോ? അപൂർവമായ കേസുകളിൽ മാത്രമേ അത് നമ്മൾ പരിഗണിക്കുകയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന സത്യാവസ്ഥ. അതൊരു സൈഡ്, മനസ്സിലായില്ലേ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം. ഒരു പെൺകുട്ടിയെ നമ്മൾ എടുക്കണ്ട, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, ഇവൾ പരാതി കൊടുക്കുകയാണ്. പരാതി കൊടുത്ത് ഇവന് വധശിക്ഷയാണ് വിധിക്കുന്നതെന്ന് ഇവനറിയാം. നമ്മുടെ നിയമവസ്ഥ അതാണെന്ന് വെച്ചോളൂ, വധശിക്ഷ. ഇവൻ എന്ത് ചെയ്യുമെന്നറിയോ? പീഡനം മാത്രമല്ല, പെണ്ണിനെ കൊന്നുകളയും. മനസ്സിലായോ? അപ്പോഴും ദോഷം പെണ്ണിനാ, അതാദ്യം മനസ്സിലാക്കണം. അങ്ങനെ ഒരു പീഡനം നടന്നിട്ടുണ്ടെങ്കിൽ ഇവൻ മരിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ ഇവിടെ കൊന്നുകളയും. ഒരുപക്ഷെ അവന് ജീവിച്ചിരിക്കാൻ പറ്റും, കാര്യം ഇത് പുറത്തു വരില്ല. മനസ്സിലായോ? സംഭവം മനസ്സിലാവണോ? അതുകൊണ്ടാണ് ഇവിടെ വധശിക്ഷ നടപ്പിലാവാത്തത്. അപൂർവമായിട്ടുള്ള കേസുകൾ വധശിക്ഷയ്ക്ക് വിധിച്ചാൽ പോലും വധശിക്ഷ നടപ്പിലാക്കില്ല.
അങ്ങനെ നടപ്പിലാക്കുന്നത് ഈ രാജീവ് ഗാന്ധിയെ പോലെ അങ്ങനെയുള്ളവരെ അത്രയും വേണ്ട പ്രമുഖരായിട്ടുള്ളവരെ കൊല്ലുമ്പോൾ മാത്രമേ അങ്ങനെയുള്ള ഒരു കേസിൽ നിങ്ങൾ പറയുന്നതനുസരിച്ച് ആ വിക്ടിം അല്ലെങ്കിൽ അവരുടെ ജീവന് ഭീഷണി ഉള്ളത് കൊണ്ടാണ് വധശിക്ഷ നടപ്പിലാക്കാത്തത്. അപ്പൊ ഈ പറയുന്ന ഇത്തരം റേപ്പ് കേസസിൽ മരണപ്പെടുന്ന വിക്ടിമുകളുടെ കാര്യമോ, ഈ പറയുന്ന ജിഷയാണെങ്കിലും അരുണയാണെങ്കിലും ഈ സൗമ്യ ആണെങ്കിലും ഇത്തരം കേസ്, നിർഭയ, ഇത്തരം കേസുകളിൽ എന്താണ് അപ്പൊ പറയാൻ പറ്റുന്നത്? കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ കൊല്ലണം. അത് തന്നെയാണ് എൻ്റെ. ഒരാളുടെ ജീവൻ എടുക്കാൻ നമുക്ക് ജീവൻ കൊടുക്കാൻ പറ്റില്ല. കൊടുക്കാൻ പറ്റാത്തൊരു സാധനം നമ്മൾ എടുക്കരുത്. അപ്പം ഒരാളിനെയും കൊല്ലരുത്. കൊല്ലുകയാണെങ്കിൽ അവനെയും അതേ ശിക്ഷ കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. താങ്കൾ പറഞ്ഞ ചില നിലപാടുകളോട് മാത്രമേ നമുക്ക് യോജിക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ കൃത്യമായി ഒരു വിരുദ്ധത അല്ലെങ്കിൽ ഒരു വിരുദ്ധ നിലപാടിൽ ഒരു വിഭാഗത്തെ മാത്രം എന്ത് പറഞ്ഞും ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്ന ആ ഒരു അന്ധതയൊന്നും നമുക്ക് ഈ പറയുന്ന വിശ്വസിച്ച് അല്ലെങ്കിൽ പിന്തുണയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇനി അടുത്ത ഒരു കേസ് വരുന്ന സമയത്തും ആ കേസുകൾ പഠിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഞാൻ കേട്ടത്, ചില കേസുകളൊക്കെ പഠിച്ചതിന് ശേഷം ആദ്യ സമയത്ത് ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ കുറെ പഠിച്ച് വന്നപ്പോഴാണ് ഈ പറയുന്ന ആൾക്കാർ ഇവരാണ് ഇര, യഥാർത്ഥ ഇര എന്ന് പറയുന്നത് പ്രതിയാക്കപ്പെട്ട ആൾക്കാരാണ്. ആ നിലപാടുകളൊക്കെ നല്ലതാണ്. പക്ഷേ കൃത്യമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും ഒരു കേസ് നിങ്ങൾക്ക് ഇതേപോലെ ആ കേസുമായി മുന്നോട്ട് കോടതിയിലെത്തി ഈ പറയുന്ന രീതിയിൽ മാനനഷ്ട കേസ് കൊടുത്ത് കൃത്യമായിട്ട് ഈ പറഞ്ഞ വിക്ടിമാക്കപ്പെട്ടിട്ടുള്ള പ്രതികൾക്കും ആ ഒരു നീതി വാങ്ങി കൊടുക്കുകയാണ് എങ്കിൽ അന്ന് നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇനി ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനെ ഫേക്ക് കേസുകൾ ഒരുപാട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന ഭയം നിങ്ങൾക്ക് സമൂഹത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. അത് സാധിക്കാത്തടത്തോളം കാലം നിങ്ങൾ എത്ര അവാർഡുകൾ കൊടുത്താലും ഈ പറയുന്ന രീതിയിൽ പൂമാലകൾ ഇട്ട് കഴിഞ്ഞാലും അതിനൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ എന്ത് മുൻകൈ എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ട് ഭാഗം കേൾക്കാൻ പറ്റുന്നതെങ്കിൽ കേട്ടിട്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ച് 1-2 ദിവസം അതെടുത്ത് അതിന് ശേഷം മാത്രമേ ഞാൻ ഇടപെട്ടിട്ടുള്ളൂ. അത് മസ്താനി മുതൽ ഇങ്ങോട്ടുള്ള ലാസ്റ്റ് മാങ്കൂട്ടം വരെയുള്ള അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ വരെയുള്ള കേസുകൾ നോക്കിയാലും ന്യായം ഞങ്ങളുടെ ഭാഗത്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അല്ലാതെ ഒരു പെണ്ണിനെയും മാന്യമായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പെണ്ണിനെയും ഞങ്ങൾ തേജോവധം ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. പിന്നെ ഈ പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ഇരയായ യഥാർത്ഥ പുരുഷന്മാർ അവർ കേസുമായിട്ട് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ അത് പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷേ എന്ത് പറയാൻ, നിർഭാഗ്യവശാൽ പുരുഷന്മാർ അങ്ങനെയുള്ളവരല്ല, സാധുക്കളാണ് ഭൂരിഭാഗം പേരും. അതുകൊണ്ടാണ് അവർ ഇരയാക്കപ്പെടുന്നത്. അവരാണ് യഥാർത്ഥ ഇര, മറുഭാഗം അല്ല. ഈ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്നവരാണ് യഥാർത്ഥ പിരകൾ. അവർക്ക് നീതി കിട്ടും. അത് പുരുഷനായാലും സ്ത്രീ ആയാലും അങ്ങനെയാണ് തന്നെയാണ്. തീർച്ചയായിട്ടും പുരുഷനായാലും സ്ത്രീ, പക്ഷേ എല്ലാവരും പാവങ്ങൾ തന്നെ ആയതുകൊണ്ടാണ് ഇരയായി മാറുന്നത്. അതിന് പ്രത്യേകിച്ച് പ്രിവിലേജസ് നമ്മുടെ നിയമം ഒരു പുരുഷനും സ്ത്രീക്കും കൊടുത്തിട്ടില്ല. അപ്പൊ നിങ്ങൾ കൃത്യമായി ഏതെങ്കിലും ഒരു കേസ് തെളിയിക്കുക, അന്ന് നമുക്ക് പറയാം നിങ്ങളുടെ നിലപാട് ശരിയാണ് എന്ന്. അല്ലാതെ ഈ അന്ധമായിട്ട് ഒരു സ്ത്രീയെ ഇങ്ങനെ വിരുദ്ധത പറയുന്നതിനൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും പറ്റില്ല. ഇത്ര നേരം നമ്മളോട് ഒരു സംവാദത്തിൽ ഏർപ്പെട്ടതിന് നന്ദി. താങ്ക് യു.